മോളെ ഞാനിപ്പം നിന്നെ മോളേന്ന് മാത്രമേ വിളിക്കണുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ സമനില തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ 3-4 വാക്ക് കൂടി ചേർത്ത് വിളിക്കും. ആട്ടിലതിനെ തെറിയെന്നൊക്കെ പറയും. നീ എൻ്റെ മോളുടെ സ്ഥാപനത്തിൽ പണിക്ക് വന്നിട്ട് അവളുടെ 65 ലക്ഷം രൂപ നീ അലക്കി ഇല്ലേ? അയ്യോ അത് അങ്കിളെ അങ്ങനെയല്ല. പിന്നെ ദിയ ചേച്ചിയുടെ അക്കൗണ്ടിൽ ലീക്ക് ഉണ്ടായിരുന്നു. എന്റെ അക്കൗണ്ടും ദിയ ചേച്ചിയുടെ അക്കൗണ്ടും ഒരേ ബാങ്കിലാ. അപ്പൊ ഇത് ലീക്കായി അടുത്തടുത്തായി ഇങ്ങനെ ഒഴുകി എന്റെ അക്കൗണ്ടിൽ വന്നതാ. എന്നോട് ഞാൻ പറഞ്ഞു മോളേന്ന് മാത്രം എന്നെ കൊണ്ട് വിളിപ്പിക്കാവൂ, അതിൻ്റെ അടുത്ത് ആകാരം ഊകാരം ഒന്നും വെപ്പിക്കരുതെന്ന്. പക്ഷെ നീയും നിന്റെ കൂടെയുള്ള 2 ഒരുമ്പൊട്ടോളുമാരും കൂടിയിട്ട് പത്രസമ്മേളനത്തിൽ ഇതൊന്നല്ല പറഞ്ഞു. അതായത് അങ്കിളെ കൈ എടുക്കേ, നാളെ ഞാൻ പീഡന കേസിലൂടെ പ്രതിയാവും നീ പരാതി കൊടുത്തിട്ട്. പറ. അതും സത്യാണ് അങ്കിളെ. ദിയ ചേച്ചിനെ ഒരു ദിവസം ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ദിയ ചേച്ചിയുടെ അക്കൗണ്ടിൽ പൈസ കൂടിയിട്ട് ബാങ്ക് ചെരിഞ്ഞൂന്ന്. ആ പൈസ കുറച്ച് വേറെ അക്കൗണ്ടിലിട്ട് സഹായിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ അക്കൗണ്ട് കൊടുത്തു. അവളുടെ അക്കൗണ്ട് തൃശ്ശൂരാണോ? അവളുടെ അക്കൗണ്ട് ധനലക്ഷ്മിയാണോ? അല്ല. ആ കൂടി ചെരിഞ്ഞൊരു ബാങ്കിൽ തൃശ്ശൂർ ധനലക്ഷ്മിയുടെ ഹെഡ് ഓഫീസാ. നിന്നെ ഞാനൊന്നും പറയാത്ത എന്താ അറിയോ? എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നീ മറ്റേ കാർഡ് അടിച്ചിറക്കും, മറ്റേ പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്നുള്ളത്. നിന്നടക്കമുള്ള പലരടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ അറിയോ? ഈ ജാതി മതവും പിടിച്ചിട്ട് നാട്ടുകാരെ മൂഞ്ചിക്കുന്ന പരിപാടി ഇല്ലേ, അത് അധിക കാലം ഓടില്ല. ഓരോരുത്തരും ഇറങ്ങിയിരിക്കുക.